Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 41. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. രാത്രി 7:30 കൂടിയാണ് അവർ കൊറ്റങ്കാവിൽ എത്തിച്ചേർന്നത്. ഗൗരിയെയും വൈശാഖിയെയും ആര്യകത്ത് ഇറക്കിയിട്ട് വൈശാഖിയോട് തൽക്കാലം പുറത്തേക്കൊന്നും ഇറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ദേവൻ ക്രിസ്റ്റിയുടെ കാറിൽ കല്ലാട്ടേക്ക് ചെന്നത്. കല്ലാട്ടെ വീട്ടിൽ കയറി വേഗത്തിൽ വസ്ത്രം മാറി യൂണിഫോം ധരിച്ചപ്പോഴും ദേവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലുണ്ടായിരുന്നു. പോലീസ് യൂണിഫോമിന്റെ ധൈര്യമുണ്ടെങ്കിലും വിശ്വനെന്ന സുഹൃത്തിനെ കുറിച്ചുള്ള ആദി അവനെ ശ്വാസം മുട്ടിച്ചു. ക്രിസ്റ്റിയുടെ കാറിൽ തന്നെയായിരുന്നു വിശ്വന്റെ വീട്ടിലേക്കുള്ള യാത്ര. ചേലക്കലേക്കുള്ള ദൂരം കുറയും തോറും റോഡിലെ തിരക്കും കൂടി വന്നു. അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അന്തരീക്ഷം സംഘർഷഭരിതമായിരുന്നു. വീടിന്റെ ഗേറ്റിന് മുന്നിൽ കാക്കിയുടെ ഒരു മതില് തന്നെ തീർത്തിരിക്കുന്നു. ഡിവൈഎസ്പി രഞ്ജനും സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപനും അവിടെ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. റോഡിന്റെ മറുവശത്ത് എതിർ പാർട്ടിക്കാരുടെ വലിയൊരു സംഘം തടിച്ചുകൂടിയിരിക്കുന്നു. അവരുടെ തൊണ്ടയിൽ നിന്നും ഉയരുന്ന മുദ്രാവാക്യങ്ങൾ വിശ്വനെതിരെ വിഷം ചീറ്റുന്നവയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഉയർത്തിപ്പിടിച്ച വിശ്വന്റെ കോലത്തിലേക്ക് ദേവന്റെ കണ്ണുകൾ നീണ്ടു. ക്യാമറ കണ്ണുകളുമായി മാധ്യമപ്രവർത്തകർ അവർക്ക് മുന്നിൽ തിക്കി തിരക്കുന്നു. എല്ലാം കണ്ടും കേട്ടും ആകാംക്ഷയോടും അതിലുപരി ഉത്സാഹത്തോടെയും നാട്ടുകാർ അല്പം അകലെയായി വട്ടം കൂടി നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം വരെ തങ്ങളുടെ സ്വന്തം മന്ത്രി എന്ന് പറഞ്ഞിരുന്നവരും ആ കൂട്ടത്തിലുണ്ടെന്ന് ദേവൻ കണ്ടു. ഒരു മോശം പേര് വീണാൽ മതി, അന്നേ വരെ ചെയ്ത നല്ല പ്രവൃത്തികളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകുമെന്ന് ഓർത്തുകൊണ്ടാണ് ദേവൻ കാറിൽ നിന്നും ഇറങ്ങിയത്. ക്രിസ്റ്റി അവിടെ നിന്നും മടക്കി അയച്ചിട്ട് ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ദേവൻ ഡിവൈഎസ്പി രഞ്ജന്റെ അടുത്തേക്ക് ചെന്നു. ദേവനെ കണ്ടതും രഞ്ജന്റെ മുഖത്ത് ആശ്വാസവും ഒപ്പം ആശങ്കയും തെളിഞ്ഞു. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ASI വർഗീസിന്റെ ചുണ്ടിൽ ഒരു വക്ര പുഞ്ചിരി തങ്ങി നിന്നു. സാറേ, സ്ഥിതിഗതികൾ? സല്യൂട്ട് ചെയ്ത് ദേവൻ ചോദിച്ചു മുഴുമിപ്പിക്കും മുൻപ് രഞ്ജൻ ഒന്ന് നെടുവീർപ്പിട്ടു. സ്ഥിതി അല്പം വഷളാണ് ദേവ. ആ പെൺകുട്ടി നേരിട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടാ പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സംഗതി നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. വർഗീസ് തന്റെ വയറൊന്ന് തടവി ഉച്ചം കലർന്ന സ്വരത്തിൽ ഇടയ്ക്ക് കയറി. സാറിന്റെ കൂട്ടുകാരനെ മിക്കവാറും ഇനി പണി പോകും സാറേ. മന്ത്രിപ്പണി രാജിവെച്ച് വീട്ടിലിരിക്കേണ്ടി വരും. അയാളുടെ പരിഹാസം കേട്ട് സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപന് ദേഷ്യം വന്നു. മിണ്ടാതിരിക്കും വർഗീസേ, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അങ്ങേര് ഇപ്പോഴും നമ്മുടെ മന്ത്രി തന്നെയാ. പ്രതാപൻ സാറിന്റെ ശാസന വർഗീസിനൊട്ടും പിടിച്ചില്ല. അയാൾ മുഖം വെട്ടിച്ച് തന്റെ ദേഷ്യം മുഴുവൻ റോഡരികിൽ നിന്നിരുന്ന നാട്ടുകാരോട് തീർത്തു. മാറി നിൽക്കണോ അങ്ങോട്ട്? എന്തൊന്നിനാ വായ നോക്കി നിൽക്കുന്നേ? അയാൾ ലാത്തി വീശി ആക്രോശിച്ചപ്പോ ജനം ഭയന്ന് പിന്നോട്ടു മാറി. ആ ബഹളത്തിനിടയിൽ ദേവൻ രഞ്ജന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. സർ, ഈ പെൺകുട്ടി സജീവനെതിരെ പരാതി പറയാൻ വന്ന കാര്യം വിശ്വൻ എന്നോട് പറഞ്ഞിരുന്നതാ. അന്ന് സജീവനെതിരെ അന്വേഷണം നടപടിയെടുക്കണമെന്ന് വിശ്വൻ നേരിട്ട് എന്നോട് ആവശ്യപ്പെട്ടതുമാ. പക്ഷേ അതിനിടയിലാ സജീവൻ കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് പിന്നീട് അതേക്കുറിച്ചൊരു അന്വേഷണം നടന്നില്ല. രഞ്ജൻ സാർ അത് ശ്രദ്ധയോടെ കേട്ടു നിന്നു. ദേവൻ വീണ്ടും ചോദിച്ചു, ഈ കുട്ടി സാറിന്റെ അടുത്താണോ നേരിട്ട് പരാതി തന്നത്? അതെ. രഞ്ജൻ തലയാട്ടി. വന്നേ പറയട്ടെ. ചുറ്റുമുള്ള പോലീസുകാരിൽ നിന്നും അയാൾ ദേവനെ അല്പം മാറ്റി നിർത്തി. രഞ്ജന്റെ ശബ്ദം താഴ്ന്നു. ദേവ, കാര്യങ്ങൾ അത്ര പന്തിയല്ല. പഴയ പാർട്ടി സെക്രട്ടറി സദാനന്ദൻ എന്നെ വിളിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ തന്നെ ചാർജ് ചെയ്യണമെന്ന നിർദ്ദേശം. സമ്മർദ്ദമേറുകയാ. ദേവന്റെ നെറ്റ് ചുളിഞ്ഞു. ആ കുട്ടി ഒറ്റയ്ക്കാണോ പരാതി നൽകാൻ വന്നത്? ഏയ് അല്ല, ശ്രീനിലയത്തിലെ രാജേന്ദ്രനും പിന്നെ അയാളുടെ അളിയൻ ഗംഗാധരനും അവരാ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് ഓഫീസിലെത്തിയത്. ആ പേരുകൾ കേട്ടതും ദേവന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. സംശയിച്ചതുപോലെ തന്നെ ഇതൊരു ആസൂത്രിതമായ നീക്കമാണെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. രാജേന്ദ്രനും ഗംഗാധരനും, പകപോക്കലിന്റെ രാഷ്ട്രീയം തീർക്കാൻ ഒപ്പം സദാനന്ദനും. ദേവൻ അസ്വസ്ഥമായ മനസ്സോടെ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് വീടിന്റെ അകത്തളത്തിലേക്ക് നോക്കി. സർ, ഞാൻ എന്തായാലും അകത്തേക്കൊന്ന് കയറട്ടെ. വിശ്വന്റെ അമ്മയൊന്ന് കാണണം. രഞ്ജൻ തലയാട്ടി. പോയിക്കോളൂ ദേവ. പിന്നെ വർഗീസ് പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. മിക്കവാറും വിശ്വൻ സാർ ഒന്ന് രാജിവെക്കാൻ സാധ്യതയുണ്ട്. സദാനന്ദൻ ഉൾപ്പെടുന്ന എതിർച്ചേരിക്കാരുടെ സമ്മർദ്ദം അത്രയ്ക്കാരും ഉണ്ടെന്നാ തിരുവനന്തപുരത്തു നിന്ന് അറിഞ്ഞത്. മറുപടി ഒന്നും പറയാൻ ദേവന് കഴിഞ്ഞില്ല. ഒരു നിമിഷം കണ്ണുകൾ ഇറക്കി അടച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ ഗേറ്റ് തുറന്ന് വിശ്വന്റെ വീടിനകത്തേക്ക് നടന്നു. പിന്നിൽ മുദ്രാവാക്യങ്ങൾ അപ്പോഴും കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു.
പുറത്തെ ആരവങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും കാഠിന്യം വീടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കുറയുന്നുണ്ടെങ്കിലും വീടിനകത്ത് വല്ലാത്തൊരു ശ്വാസമുട്ടൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഹാളിലെ സോഫയിൽ സങ്കടവും ഉത്കണ്ഠയും നിഴലിച്ച മുഖത്തോടെ ശാരദാമ്മ ഇരിപ്പുണ്ട്. ആ കണ്ണുകളിൽ വിഷാദത്തിന്റെ നനവുണ്ടെങ്കിലും അതിലൊരു തീപ്പൊരി അണയാതെ കിടപ്പുണ്ടായിരുന്നു. തന്റെ മകൻ തെറ്റുകാരനല്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ തീപ്പൊരി. തൊട്ടടുത്തു തന്നെ അയൽപക്കത്തെ ചില സ്ത്രീകളും വിശ്വന്റെ അച്ഛന്റെ ബന്ധുക്കളിൽ ചിലരും കൂടിയിരിപ്പുണ്ട്. അവരുടെ ശ്രദ്ധ മുഴുവൻ മുറിയിൽ ശബ്ദമുയർത്തി വെച്ചിരിക്കുന്ന ടിവിയിലാണ്. തിരുവനന്തപുരത്ത് വിശ്വനെതിരെ നടക്കുന്ന കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും വാർത്താ ചാനലുകൾ മത്സരിച്ച് കാണിക്കുന്നു. ഓരോ വാർത്തയും ആ മുറിയിലെ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ടിരുന്നു. ദേവൻ അകത്തേക്ക് കയറി ചെന്നതും ശാരദാമ്മയുടെ മുഖം ഒന്നുണർന്നു. അവനെ കണ്ട ആശ്വാസത്തിൽ അവർ പിടഞ്ഞെഴുന്നേറ്റു. അടുത്തേക്ക് ചെന്ന ദേവനെ ഇരു കൈകളും നീട്ടി അവർ ചേർത്തു പിടിച്ചു. ആ കണ്ണുകളിൽ നേരിയ നനവുണ്ടെങ്കിലും ചുണ്ടിലൊരു ചിരി പിരിഞ്ഞു. അമ്മ പേടിച്ചുപോയോ? ദേവൻ അവരുടെ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ശാരദാമ്മയുടെ മുഖത്തെ ചിരിക്ക് തെളിച്ചം കൂടി. പഴയ വീര്യം വീണ്ടെടുത്തതുപോലെ അവർ തല ഉയർത്തി. ചേലക്കലെ പഴയ സഖാവ് പിതാമരന്റെ ഭാര്യയാടാ ഞാൻ. എനിക്ക് പേടിയോ? അവരുടെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായിരുന്നില്ല. പക്ഷേ തുടർന്ന് പറയുമ്പോൾ ആ സ്വരമൊന്ന് താഴ്ന്നു. പിന്നെ അവനെ ചെറുപ്പം മുതൽ അറിയാവുന്ന, അവൻ വളരുന്നത് കണ്ട സ്വന്തം നാട്ടുകാർ തന്നെ അവനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കുമ്പോ അത് ഓർക്കുമ്പോ ഒരു സങ്കടം, അത്രയേ ഉള്ളൂ. അതൊരു അമ്മയുടെ മാത്രം വേദനയായിരുന്നു. ദേവൻ അവരുടെ കൈകളിൽ അമർത്തി പിടിച്ചു. ശാരദാമ്മ ആകാംക്ഷയോടെ അവനെ നോക്കി. നീ പോയ കാര്യം എന്തായി ദേവാ? ദേവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ശാരദാമ്മയുടെ കാതിനരികിലേക്ക് മുഖമടുപ്പിച്ച് ശബ്ദം താഴ്ത്തിയവൻ പറഞ്ഞു, വൈശാഖി അവിടെ ഉണ്ടായിരുന്നു അമ്മേ. അതൊരു മന്ത്രം പോലെയാണ് ശാരദാമ്മയുടെ ഉള്ളിൽ പതിച്ചത്. കാർമേഘങ്ങൾക്കിടയിൽ ഒരു സൂര്യരശ്മി കണ്ടതുപോലെ അവരുടെ മുഖം പ്രകാശിച്ചു. നെഞ്ചിൽ കൈവെച്ച് അവർ നെടുവീർപ്പിട്ടു. ഓ, ഈ പ്രശ്നങ്ങൾക്കിടയിലും ഒരു നല്ല കാര്യം കേൾക്കാൻ സാധിച്ചല്ലോ എന്റെ ഈശ്വരാ. എന്നിട്ട് അവർ ആകാംക്ഷയോടെ ദേവന്റെ മുഖത്തേക്ക് നോക്കി. അനന്തനോ? ദേവന്റെ മുഖം മങ്ങി. അവനെക്കുറിച്ച് അറിവൊന്നുമില്ലമ്മേ. അത്രയും നേരം സ്വന്തം മകനെക്കുറിച്ചുള്ള ഉത്കണ്ഠയോടെ നിന്ന ആ അമ്മ മകന്റെ സ്ഥാനത്ത് കാണുന്ന ദേവനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സാരമില്ലടാ, അവന് ഇതുപോലെ എവിടെയും ഉണ്ടാവും. എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കലങ്ങി തെളിയും. അല്പനേരത്തേക്ക് നിശബ്ദനായി നിന്നിട്ട് അവൻ ചോദിച്ചു, അമ്മ ഒന്ന് രശ്മിക പരാതി പറയാൻ വന്നപ്പോ എവിടെയാ അവരിരുന്നത്? കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടോ? ശാരദാമ്മ ഒന്ന് ആലോചിച്ചു. പിന്നെ ജനലടുത്തുള്ള കസേരയിലേക്ക് ചൂണ്ടി. അവരിവിടെ തന്നെ ഇരുന്നാ സംസാരിച്ചത്? അവർ ഇവിടെ ഇരുന്നത് അമ്മയല്ലാതെ മറ്റാരെങ്കിലും കണ്ടിരുന്നോ? ദേവന്റെ ചോദ്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സൂക്ഷ്മമായ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഈ ജനാലയുടെ പുറത്ത് കാവലിന് പോലീസുകാരുണ്ടായിരുന്നു. അതിലൊരു പോലീസുകാരനെ വിളിച്ചിട്ടാ അന്ന് രശ്മിയുടെ കൊച്ചിന് അവൻ മിഠായി വാങ്ങി കൊടുത്തതും. എന്തോ ഒന്ന് ഓർത്തിട്ട് ശാരദാമ്മ തുടർന്നു. അത് മാത്രമല്ല, അവരുടെ കൂട്ടത്തിലെ ആ കോളനിയിലെ ഭാരതി ചേച്ചി ഉണ്ടായിരുന്നു. നിനക്കറിയില്ല അവരെ? ആ പേര് കേട്ടതും ദേവന്റെ പുരികം ചൊളിഞ്ഞു. എനിക്കറിയാം, അവര് ശ്രീനിലയത്തിൽ ജോലിക്ക് നിൽക്കുന്നതല്ലേ? അതെ, അവര് തന്നെ. ദേവൻ എന്തോ വലിയൊരു കാര്യം പിടികിട്ടിയതുപോലെ അമർത്തിയൊന്ന് മൂളി. ശ്രീനിലയത്തിലെ രാജേന്ദ്രനും അളിയൻ ഗംഗാധരനും ഇപ്പോ അവരുടെ വീട്ടിലെ ജോലിക്കാരി ഭാരതിയും. ഇതൊരു ചതിക്കുഴിയാണെന്ന് ദേവന്റെ മനസ്സ് ഉറപ്പിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മുറിയിലെ ടിവിയിൽ നിന്നും വാർത്ത വായിക്കുന്ന യുവാവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം ഉയർന്നത്. ബ്രേക്കിംഗ് ന്യൂസ്, സംസ്ഥാന ആഭ്യന്തരമന്ത്രി വിശ്വനാഥൻ രാജിവെച്ചിരിക്കുന്നു. മുറിയിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. പ്രതീക്ഷിച്ചിരുന്ന വാർത്തയായിരുന്നിട്ടും സ്ക്രീനിൽ ചുവന്ന അക്ഷരങ്ങളിൽ ആ വാർത്ത തെളിഞ്ഞപ്പോ ദേവനൊന്ന് ഞെട്ടി. ബന്ധുക്കൾക്കിടയിൽ ഒരു മുറുമുറുപ്പുയർന്നു. ശാരദാമ്മ ടിവിയിലേക്കും നോക്കി തറഞ്ഞിരുന്നു പോയി. ആ വാർത്ത തീർത്ത ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് പുറത്ത് ഒരു അലർച്ച പോലെ ജനക്കൂട്ടത്തിന്റെ ആരവം വീണ്ടും ഉയർന്നത്. അസ്വാഭാവികമായ വെളിച്ചം ജനൽ ചില്ലകളിലൂടെ മുറിയിലേക്ക് അടിച്ചു കയറി. ദേവൻ വേഗത്തിൽ ജനലരികിലേക്ക് നീങ്ങി കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. ഗേറ്റിന് പുറത്ത് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വിശ്വന്റെ കോലം ആളിക്കത്തുന്നു. ഈ ജ്വാലകൾ ആകാശത്തേക്ക് ഉയരുമ്പോ അതിനു ചുറ്റും നിന്ന് ആക്രോശിക്കുന്നവരുടെ മുഖങ്ങളിൽ ക്രൂരമായൊരു ആനന്ദം നിഴലിക്കുന്നുണ്ടായിരുന്നു. ആ തീജ്വാലകളുടെ പ്രതിബിംബം ദേവന്റെ കണ്ണുകളിൽ ചുവപ്പ് പടർത്തി. ഒരു വശത്ത് രാജിവെച്ച സ്വന്തം സുഹൃത്തായ ആഭ്യന്തരമന്ത്രി, മറുവശത്ത് ആസൂത്രിതമായ ഗൂഢാലോചന, പുറത്ത് കത്തുന്ന പ്രതിഷേധം. എല്ലാം കൈവിട്ടു പോവുകയാണോ? പുറത്തെ തീനാളങ്ങൾ വിശ്വന്റെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല അവരുടെ എല്ലാം സമാധാനത്തെ കൂടിയാണ് ചാരമാക്കുന്നത് എന്ന തിരിച്ചറിവിൽ കത്തുന്ന കോലത്തിലേക്ക് നോക്കി ദേവൻ നിസ്സഹായനായി നിന്നു. അന്തരീക്ഷത്തിൽ
അനിശ്ചിതത്വത്തിൻ്റെതെന്ന പോലെ കനത്ത പുകപടലങ്ങൾ അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്